നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചെറുപ്പത്തിൻ്റെ ഊർജം തുടിക്കുന്ന പ്രസരിപ്പ്, വാർദ്ധക്യത്തിൻ്റെ അണയാത്ത ഊർജം, ഇത് രണ്ടിൻ്റെയും സംഗമമാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിൻ. ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന്, അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്തുമാകട്ടെ, നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന പാട്ട, ചളുങ്ങി ഇഡ്ഡലിപ്പാത്രം, കന്നാസ്, ഇവയിൽ നിന്നെല്ലാം അനന്തമായ സംഗീതത്തെ ആവാഹിക്കുകയാണ് തൃശ്ശൂർ കൊള്ളന്നൂരിലെ ഡബ്ബ ബീറ്റ് ബാൻഡ്. ഇവരുടെ സംഗീതം ഇപ്പോൾ വളരെ പ്രശസ്തമാണ്. നിരവധി വേദികൾ പിന്നിട്ട് കഴിഞ്ഞു. അതായത് ഈ ന്യൂജൻ കാലത്തും വല്ലഭന് പുല്ലും ആയുധം എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുകയാണ് ഡബ്ബ ബീറ്റ് ബാൻഡ്. തൃശ്ശൂരിൻ്റെ താളവാദ്യ പെരുമ, അതിൻ്റെ കൊടുമുടിയായി പൂരം. ആ നാട്ടിൽ നിന്നാണ് പുതിയൊരു വാദ്യ സംസ്കാരത്തിൻ്റെ ഉറവ. തൃശ്ശൂർ കൊള്ളന്നൂരിലെ ഡബ്ബ ബീറ്റ് സംഘത്തിൻ്റെ പ്രകടനങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പാഴ്വസ്തുക്കളിൽ നിന്ന് ഉദയം ചെയ്ത ഒട്ടും പാഴല്ലാത്ത മ്യൂസിക് ബാൻഡ്. പാഴ്വസ്തുക്കളിൽ നിന്ന് സംഗീതമുണ്ടാക്കുന്ന പല കലാകാരന്മാരും വിദേശത്തുണ്ട്. എന്നാൽ നാട്ടിൽ ഇത് തരംഗമാക്കിയത് ഡബ്ബ ബീറ്റാണ്. കോൺസെപ്റ്റ് ഞങ്ങൾ നാച്ചുറലി കൊട്ടിപ്പോയതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നില്ല അത് പുറമെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പിന്നെ നമ്മളത് വീണ്ടും അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേപോലെ ശരിക്കും ഉണ്ട് പുറമെ രാജ്യങ്ങളിൽ നിറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും ഒന്നുകൂടി അതൊക്കെ കണ്ട് വീണ്ടും ഡെവലപ്പ് ചെയ്തു. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ജസ്റ്റ് ആദ്യം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടു. അപ്പോൾ അതിനുശേഷം നല്ല റീച്ച് കിട്ടി, എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഹിറ്റാവണ ഓരോ സോങ്ങുകളൊക്കെ എടുത്ത് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് എല്ലാത്തും ഭയങ്കര നമ്മുടെ ഒരു വീഡിയോ റഹ്മാൻ സാറ് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. പഴയ ബക്കറ്റുകളും പാട്ടകളും പൈപ്പുകളും കന്നാസും ചളുങ്ങിയ ഇഡ്ഡലിപ്പാത്രവും ഒക്കെ വഴി ഒരുങ്ങുന്ന താളവാദ്യ സംഗമം. ഞങ്ങൾ മെയിനായിട്ട് പലകകൾ, പിന്നെ ബക്കറ്റ്, പിന്നെ മറ്റേ വലിയ ഡ്രമ്മുകൾ, പിന്നെ പെയിൻറ്റിൻ്റെ ബക്കറ്റ്. അപ്പോൾ ഇതിൽ ഓട്ടണത് ബക്കറ്റിൻ്റെ മുകളിൽ വരെ ടാപ്പ് പൊട്ടിച്ചിട്ട് ചെറിയ ഡ്രംസ് പോലത്തെ ഇൻസ്ട്രുമെൻ്റാണ്. ഞങ്ങളിങ്ങനെ സ്ക്രാപ്പ് ഐറ്റംസിൽ നിന്ന് ആണ് ഇപ്പോൾ കൊട്ടണത്. ഹിറ്റ് സോങ്സ് തിരഞ്ഞുപിടിച്ച് ചെയ്യും. ഇത് കന്നാസ്, ബേസ്, ഇത് രണ്ടാം റവിയെ ആ കുപ്പത്തൊട്ടി മാണിക്യത്തെ കണ്ടുപിടിച്ചവർ. കൈപ്പറമ്പ് പഞ്ചായത്തിലെ കൊള്ളന്നൂരിലുള്ള അയൽവീട്ടുകാരും ബന്ധുക്കളുമായ 3ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 17 കുട്ടികളാണ്
ഡബ്ബ ബീറ്റ് ബാൻഡിൻ്റെ ജീവതാളം. പാട്ടുപാടാൻ 6 പേരുണ്ട്. കണ്ണേ കനവേതിരെ പോയി വിടു നീ ഉയരേ ഉലകേ മനമേ പോയി വിടു നീ പതിനഞ്ച് പേര് ഇങ്ങനെ ചെയ്യണത്. നമ്മൾ വീഡിയോ കേക്ക് ഇത് ഇങ്ങനെ ചെയ്യണം. നമ്മൾ സ്റ്റേജ് ഷോസൊക്കെ ചെയ്യുമ്പോൾ ഫ്യൂഷൻ പോലെ ചെയ്യാം. നമ്മുടെ കൂടെ കീബോർഡും വയലിനും ഉണ്ടാവും. അയൽവാസികളായ കുട്ടികൾ ബക്കറ്റിലും പാട്ടയിലും കൊട്ടിപ്പാടി കളിക്കുന്ന ദൃശ്യം ബന്ധുവായ PC ഇന്ദ്രജിത്ത് എടുത്ത് സമൂഹമാധ്യമങ്ങളിലിട്ടപ്പോൾ അതൊരു തുടക്കമായിരുന്നു. കാണികൾ കുട്ടികളുടെ കുസൃതിക്കപ്പുറം ഒരു താളവാദ്യ വിസ്മയം അതിൽ കണ്ടു. വിജയ് ചിത്രമായ ബീസ്റ്റിലെ അറബിക് കൂത്തുപാട്ടായിരുന്നു ആദ്യം പുറത്തെത്തിയത്. ആ വീഡിയോ വൈറലായി പാട്ടിൻ്റെ സംവിധായകനും ഗായകനുമായ അനിരുദ്ധ് രവിചന്ദ്രൻ്റെ കൈകളിലുമെത്തി. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ കൊട്ടണ നേരത്തെ അത് വീഡിയോ എടുത്തിട്ടു. ഇന്ദ്രജിത്തേട്ടൻ വീഡിയോ എടുത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിരുദ്ധ് സാറൊക്കെ സ്റ്റോറി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളൊരു ബാൻഡായിട്ട് തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇവർ വീഡിയോ എടുത്തത് മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടത് ഞാനാണ്. എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇട്ടത്. പിന്നീട് അപ്പോൾ ഇവരെ ഇതോളും വീഡിയോസൊക്കെ നല്ല രീതിയിൽ റീച്ചായി. അനിരുദ്ധ് സാറൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ബാൻഡ് പോലെ തുടങ്ങണം എന്നുള്ള പ്ലാനിങ്ങിൽ ഒരു പേര് എല്ലാവരും അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഡബ്ബ എന്നുള്ളൊരു പേര് സജസ്റ്റ് ചെയ്യും. അതൊരു ബാൻഡായിട്ട് ഡബ്ബ ബീറ്റ് എന്ന് ചേർത്തിട്ട് ഒരു ബാൻഡ് പോലെ നമ്മൾ ചെയ്യുകയും ചെയ്തു. ആവേശം സിനിമ റിലീസ് ചെയ്തതോടെ ഇലുമിനാറ്റി ഹിറ്റായ നേരം ഡബ്ബ ബീറ്റ് ബാൻഡ് അതൊന്ന് പരീക്ഷിച്ചു. സംഗതി കൈവിട്ടുപോയി. സമൂഹമാധ്യമങ്ങളിലെ ഇവരുടെ പല വീഡിയോകളും 1 കോടിയിലധികം ആളുകളാണ് കണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ട് സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമടക്കം കുട്ടികളെ നേരിട്ട് വിളിച്ചിരുന്നു. ഇതിനുശേഷം നിരവധി വേദികളിൽ ഡബ്ബ ബീറ്റ് സംഘം സജീവ സാന്നിധ്യമായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിശാഗന്ധിയുടെ വൃത്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഈ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ റീസൈക്കിൾഡ് കൺസെപ്റ്റായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അവർ വൃത്തി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൽ നമ്മളായിരുന്നു ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തെ പ്രോഗ്രാം നമ്മുടെ ആയിരുന്നു. ചെന്നൈയിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ പാരഞ്ജിത്ത് സാറിൻ്റെ നീലം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അവർ എല്ലാ വർഷവും അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ട് മാർഗഴി മക്കളീസൈ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ പല്ലൊട്ടി എന്ന സിനിമയിൽ കൊട്ടിപ്പാടാനും ഈ കൊച്ചു കലാകാരന്മാർക്ക് അവസരം ലഭിച്ചു. ടെഡെക്സ് ആസാദിയിലും ഡബ്ബ ബീറ്റ് സംഘം തങ്ങളുടെ കഥയും പാട്ടുമായെത്തി. ചുറ്റിനും കേട്ടുവളർന്ന ചെണ്ടമേളമാണ് ഇവരെ സംഗീത ലോകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയത്. കൊള്ളന്നൂരിലെ ആട്ടം ശിങ്കാരിമേള സംഘത്തിൻ്റെ ഭാഗമായ ബന്ധുക്കളുടെ താളബോധം അത് കണ്ടും കേട്ടുപറഞ്ഞ് സംഗീത വഴിയിലെത്തിയതാണ് ഈ കുട്ടികൾ. അവർക്ക് ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനമൊന്നും വേണ്ടിയിരുന്നില്ല. ഇല്ല, അങ്ങനെ ആരും പഠിച്ചവരില്ല. ഇതിൽ ഒക്കെ അറിയണവരൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ടീമുണ്ട് ആട്ടം കലാ സമയത്ത്. അതിൽ കൊട്ടണ ചേട്ടന്മാർ തന്നെ മക്കൾ തന്നെയാണ് കൂടുതലും. മഞ്ഞു പെയ്യണ മനം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിറങ്ങി കുഞ്ഞു നെഞ്ചിലെ കുളിരുറങ്ങുന്ന കുളിര് വീർക്കും കാറ്റേ പൂവളത്തിലെ കണ്ണു പൊത്താൻ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം പയ്യന്റെ വാലോ മധുരം തൂന്നെ ഇവിടെ തന്നെ എല്ലാ പിള്ളേരും ചെറുപ്പം തൊട്ട് അങ്ങനെ കൊട്ടണതാണ്. അപ്പോൾ അതങ്ങനെ കൊട്ടുമ്പോൾ ഓരോ ബക്കറ്റുമൊക്കെ കൊട്ടി നോക്കുമ്പോൾ ഒരു സൗണ്ട് കിട്ടുമല്ലോ. അതങ്ങനെ വെച്ച് സെറ്റ് ചെയ്താ. കൊട്ടിനും പാട്ടിനുമായി പ്രത്യേക ക്ലാസ്സുകളോ പരിശീലനങ്ങളോ ഒന്നുമില്ല. ഡബ്ബ ബീറ്റിന് താളബോധം DNA-യിൽ തന്നെയുണ്ട്. അത് മീനാണോ അതോ ഞാനാണോ? കടൽ മീനാണോ? നാളെ കര പോയി ചേരുന്നത് മീനാണോ
അതോ ഞാനാണോ നീയാണോ ഞാനാണോ ആരാണോ? ആ നാട്ടുകാരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. ബേസിക്കായിട്ട് ഇവിടെ ഒരു ടീമുണ്ട് ആട്ടം കലാസമിതി, അവരാണ് ശരിക്കും ബാക്ക് ബോൺ എന്നുള്ള പോലെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നാട്ടുകാരും ഭയങ്കര സപ്പോർട്ടാണ്. സ്വന്തം സംഗീത ഉപകരണങ്ങൾക്കൊപ്പം കീബോർഡും ഡ്രമ്മും ഉൾപ്പെടുത്തി ഫ്യൂഷനായാണ് വലിയ സ്റ്റേജിൽ ഇവർ പരിപാടികൾ ചെയ്യുന്നത്. തൃശ്ശൂരിൻ്റെ തന്നെ മേളപ്പെരുക്ക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായാണ് ഉപയോഗശൂന്യമായ ഉപകരണങ്ങളിൽ നിന്ന് ഇത്തരം സങ്കീർണമായ താളങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നതും. മാറിക്കൊളുന്ത് വടക്കണതെന്ത് മാനം കണ്ട് മഴയും കൊണ്ട് വേലി കൊണ്ട് വെയിലും കൊണ്ട് മാവന്റെ പെണ്ണ് വിളിക്കണതെന്ത് കയ്യും കൊണ്ട് കണ്ണും കൊണ്ട് വെടലി കൊണ്ട് വരടി കൊണ്ട് തകിലെടുത്ത് മേളം കൊട്ട് കരിവള്ളക്ക് താളം കൊട്ട് വില്ലടിത്ത് പാട്ടും കേളടിയേ ചുറ്റുതല ചിലങ്കയിട്ട് ചുവടെടുത്ത് താളം കൊട്ട് വില്ലടിച്ച് പാട്ടും കേളടിയേ. കേരളത്തിലെ നിരവധി വേദികൾക്ക് പുറമെ ചെന്നൈ അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ വേദികളിലും ഡബ്ബ ബീറ്റ്സ് പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഭാവിയിൽ വേദികൾക്ക് പുറമെ സിനിമാ രംഗത്ത് തങ്ങളുടേതായ മുദ്ര പതിപ്പിക്കണമെന്നാണ് ഈ കുട്ടി ബാൻഡിൻ്റെ ആഗ്രഹം. കടലമ്മ കരഞ്ഞല്ല പെട്ടത് കണ്ണീരല്ലമ്മ വളലെ കട്ടത് കരയല്ല കടലല്ല കണ്ടത് കടലിന്റെ മക്കള കടലിന്റെ. എനിക്ക് വേടനെ പോലെ പ്രാവാനൊരാഗ്രഹം. ഉപ്പുകാറ്റിൽ മീനും മണക്കും നടുക്കടലിൽ കൊണ്ടൽ കാറ്റ് കൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ. ഇപ്പോൾ ആധുനിക സംഗീത സദസ്സുകളിലെ നിറസാന്നിധ്യമാണ് തൃശ്ശൂരിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള ഈ കുട്ടിക്കൂട്ടം. ഒരുപക്ഷെ ഇവരിൽ ചിലരോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരോ ആയിരിക്കാം ഭാവിയിൽ ഇന്ത്യൻ സംഗീത ലോകത്തിൽ കൈമുദ്ര ചാർത്തുക.